അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്തൊരു കൗമിന് മുജാഹിദുകളുടെ മേൽ കളവ് പറയാൻ ഒരു മടി ഉണ്ടാവൂല. റബ്ബിൻ്റെ പേരിൽ കളവ് പറഞ്ഞു അല്ലേ? ഇപ്പൊ നിങ്ങൾ കേട്ടില്ല, ലാസ്റ്റ് അള്ളാഹുവിൻ്റെ പേരിൽ നുണ പറയാൻ ഒരാൾക്ക് മടിയില്ലെങ്കിൽ പിന്നെ മുജാഹിദുകളുടെ പേരിൽ കളവ് പറയാൻ വല്ല മടി ഉണ്ടാവോ? കാരണം എന്ന് വെച്ചാൽ നേർക്കുനേരെ ഇപ്പോൾ ഈ ലാസ്റ്റ് നിങ്ങൾ കേട്ടില്ലേ, പെപ്സി അതിനെതിരെ ഖുർആനിൽ ആയത്തുണ്ട്. പെപ്സിക്കെതിരെ ഖുർആനിൽ ആയത്ത് കേട്ടോ? നിങ്ങൾ ആ വാചകം ഒന്നുകൂടെ കേട്ടോ? പഠിപ്പിച്ചു തന്നു. ഇനി ഞാൻ പറയണ നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അത് എൻ്റെ ഒരു വികാരമാണ്. നിങ്ങളൊക്കെ അർത്ഥം വെച്ചോളൂ, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് എടുത്ത് നോക്കിക്കോളൂ. അതിൽ പറയുന്നത് നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു. ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി. 1400 വർഷം മുമ്പ് പെപ്സി വിലക്കി എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് ഖുർആനിൽ പെപ്സി പാടില്ലെന്ന്. നിങ്ങൾ കണ്ടോ? സഹാബി ചോദിച്ച ചോദ്യമാണത്. ഞാൻ വായിച്ച ഖുർആനിലൊന്നും അതില്ലല്ലോ. ഖുർആൻ വായിച്ചിരുന്നു, കാണാമായിരുന്നു. ഹദീസിലെ ആയത്തിൽ അതുണ്ട്. 59-ാം അധ്യായം 59-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെപ്സിയും കോളയും പുകവലിയും പെത്തഡിനും ബ്രൗൺ ഷുഗറും അശീഷും എല്ലാം വിലക്കി. എന്താ കാരണം? ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ട ഒന്നുമില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്തറിയോ? ഈ ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത് കണ്ടോ? ബിഗ് ബാങ്കിലേക്ക് എന്തിനാ പോണത്? ശരിക്കും ബിഗ് ബ്ലണ്ടറാണ്, സംശയമില്ല. ഇങ്ങനെ അള്ളാഹ് വിലക്കി ഖുർആനിൽ വിലക്കിയ പെപ്സിയോ, അങ്ങനെ ആയത്ത് ഖുർആനിലോ, എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ? പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ആയത്ത് ഉണ്ട് എങ്കിൽ മുസ്ലിമിന് അത് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹറാമാണോ? അള്ളാന്റെ ആയത്തോതി തോന്നിയാസാർത്ഥം പറയുക, ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക. അള്ളാഹു അവന്റെ ശാരി മതം നിർമ്മിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഒരുത്തൻ കയറിയിരിക്കുക. ഇതല്ല ജൂത പണ്ഡിതന്മാർ ചെയ്തത്, നസ്വാറ പണ്ഡിതന്മാർ ചെയ്തത്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അവരവരുടെ പണ്ഡിത പുരോഹിതന്മാർ റബ്ബാക്കി എന്ന് പറഞ്ഞപ്പോ മഹാനായ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചില്ല, നബിയെ, ഞങ്ങൾ ആരും അവരെ ആരാധിക്കാറില്ല, ഞങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരെ ആരാധിക്കാറില്ലല്ലോ, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യാറില്ലല്ലോ, പിന്നെന്താ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബാക്കിയത്? കാര്യം അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു നേരത്തെ ക്രിസ്ത്യാനിയായിരുന്നു, ഞങ്ങൾ അക്കാലത്ത് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ എന്താ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി? എന്തേ ചോദിച്ചത്? അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാണെന്ന് പണ്ഡിതൻ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമായിരുന്നോ? ഖാല നഅം, അത് ചെയ്യുമായിരുന്നു. അള്ളാഹു ഹറാമാക്കിയ കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമായിരുന്നോ? നഅം. ഫതിൽക ഇബാദത്തുഹും, അതാണ് അവർക്കുള്ള ഇബാദത്ത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ജൂത നസറാക്കളെ കുറിച്ച്. പെപ്സി എന്ന് പറയുന്ന പാനീയം അത് അള്ളാഹു ഖുർആനിൽ വിലക്കിയതാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന് തെളിവുണ്ട് എന്ന് ആയത്തോതി അതിനെ ബ്രൗൺ ഷുഗർ പോലെയുള്ള, അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ പോലെയുള്ള, അതുപോലെ പെത്തിഡിൻ പോലെയുള്ള ഹറാമായ മയക്കുമരുന്നിന്റെ ഗണത്തിലേക്ക് എണ്ണി പറഞ്ഞ് അവതരിപ്പിച്ചത് പ്രൊഫഷണലുകളായ കുട്ടികളെ വിളിച്ചിരുത്തി മംഗലാപുരത്ത് വെച്ചാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെ ഒരു ആയത്ത് ഓതി പറയുമ്പോ ഏത് ഉലമ ആണത് പറഞ്ഞത്? നേരത്തെ ഇവിടെ വായിച്ചു, ബിലാൽ സലഫി ഫത്വ, അതുമായി ബന്ധപ്പെട്ട ഫത്വ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോ അവർ കൊടുത്ത ഫത്വ മനസ്സിലാക്കണം. അപ്പോ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ, ഇത് ഒന്നല്ല. ഇതിനു മുമ്പ് പണ്ടൊരു കളവ് പറഞ്ഞു റസൂലുള്ളാഹിന്റെ പേരിൽ. 2 പെണ്ണ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ഒരു മുത്ത് സ്വർഗത്തിലുണ്ട്.
2 പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുത്തുണ്ട് പരലോകത്ത്. അത് നീട്ടി പ്രസംഗിച്ചു. നമ്മൾ ചോദിച്ചു, ഇത് ഏത് കിതാബിലുള്ളത്, ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? സ്വഹീഹുകളിലുണ്ടോ, സുനനുകളിലുണ്ടോ, മുസ്നദുകളിലുണ്ടോ, മുസന്നഫുകളിലുണ്ടോ? വേണ്ട ഒരു നെഹ്വിന്റെ കിതാബിലെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എവിടെയായി ഹദീസ് ഉള്ളത്? അപ്പം മൂപ്പര് പിന്നെ അവസാനം പോയി തപ്പി കുറേ കാലം മിണ്ടാതൊക്കെ നടന്നു. പിന്നെ അവസാനം ആരൊക്കെയോ പറഞ്ഞ് അവസാനം എവിടെയോ എന്തോ മൂപ്പ പറഞ്ഞെന്നൊക്കെ കേട്ടത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി കിട്ടിയിട്ടില്ല. ഏതായിരുന്നാലും തട്ടിവിടുക തന്നെ റസൂലുള്ളാഹിയുടെ പേരിൽ, ഇപ്പൊ ഖുർആന്റെ പേരിൽ. ഒരു കാര്യം അള്ളാഹുവിന്റെ കിതാബിന്റെ പേരിൽ പറയുമ്പോൾ ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? ഇദ്ദേഹത്തിന്റെ അനുജൻ വിശുദ്ധ ഖുർആനിൽ ഒരായത്തോതി 10 നുണയാ തട്ടിയത്. ഒറ്റ ആയത്ത് 10 നുണ. നമ്മൾ കയ്യോടെ പിടിച്ചു, കയ്യിൽ കൊടുത്തു. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിക്ക് മിണ്ടിയിട്ടില്ല, അതിനുള്ള ആംബിയറില്ല. പക്ഷെ ഇവരിങ്ങനെ വലിയ ആലിമുകളായി ചമഞ്ഞിങ്ങനെ നടക്കുന്നു. മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിൽ അള്ളാന്റെ പേരിൽ, റസൂലുള്ളാഹിയുടെ പേരിൽ കളവ് പറയുന്നവർക്ക് സലഫികളുടെ പേരിൽ കളവ് പറഞ്ഞൂടെ? കേന്നമിന്റെ പേരിൽ കളവ് പറഞ്ഞൂടെ? അതല്ലേ ഹദീസ് നിഷേധം പറഞ്ഞത്? ഞങ്ങൾ തിരിച്ചു ചോദിച്ചല്ലോ, നിങ്ങളുടെ പണ്ഡിത സഭാംഗങ്ങൾ ഹദീസുകളെ വക്രീകരിച്ചത്, ഇമാം ബുഖാരിയുടെ ഹദീസിനെ വക്രീകരിച്ചത് ഞങ്ങൾ കാണിച്ചു തരാം. ഇവരുടെ ഒരു നേതാവാണ് താജുദ്ദീൻ സ്വലാഹി. അദ്ദേഹം പറഞ്ഞിരുന്നു ഒരിക്കൽ, അനസ് ഖബറിലെ അതുമായി ബന്ധപ്പെട്ട ഹദീസിനെ നിഷേധിക്കുന്നതാണ്. കാസർഗോഡ് നിന്നൊരു സഹോദരൻ നമ്മളോട് ചോദിച്ചു, ആ ക്ലിപ്പ് ഇട്ടിട്ട്, അല്ല ആ കാര്യം പറഞ്ഞിട്ട്. നമ്മൾ ആ ക്ലിപ്പ് പലയിടത്തും കണ്ടതാണ്. നീണ്ട പ്രസംഗം നടത്തുകയാണ്, ഹദീസ് നിഷേധിക്കുന്ന ആൾക്കാരാണ്. അന്ന് നമ്മൾ പറഞ്ഞു, ഈ ഓഡിറ്റോറിയത്തിന്റെ വാടക ഞാൻ കൊടുക്കാം, പരിപാടിയുടെ ചെലവ് മുഴുവനും ഞാൻ വഹിക്കാം. എന്നെപ്പറ്റി ആരോപണം പറഞ്ഞ ആ വ്യക്തി, അദ്ദേഹത്തിന് ഇവിടെ വരാനുള്ള വണ്ടിക്കൂലി, വാഹനം ഏർപ്പെടുത്തി അതിന്റെ ചെലവും ഞാൻ വഹിക്കാം. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് ഇന്ന് വരെ അത് ഏറ്റെടുത്തിട്ടില്ല. നുണ തട്ട് തന്നെ, കളവുകൾ ഇങ്ങനെ തട്ട് തന്നെ. ഏതായാലും നമുക്കിതിലൊരു അത്ഭുതവും ഇല്ല. അള്ളാഹുവിന്റെ പേരിലും മഹാന്മാരായ മുഫസ്സിറുകളുടെ പേരിൽ ഇപ്പൊ കണ്ടില്ല അവസാനം മാപ്പ് പറഞ്ഞത്, സമസ്തക്കാരുടെ മുന്നിൽ പോയിട്ട് മാപ്പ് പറഞ്ഞത് കേട്ടില്ല നമ്മൾ? ഇമാം ഖുർത്തുബി പറയാത്തത്, ഇബ്നു കസീർ പറയാത്തത്, മുഹീദ്ദീൻ ശൈഖ് പറയാത്തത് പറഞ്ഞു, കയ്യോടെ പിടിച്ചു, അവസാനം മാപ്പ് പറഞ്ഞു. മനസ്സിലാക്കണം. ഖുർത്തുബി ഇമാമിന്റെ പേരിൽ കളവ്, സ്വഹാബത്തിന്റെ പേരിൽ കളവ്, പേര് വിസ്റ്റം. സാധാരണ നമ്മൾ പറയാറുണ്ട്, എന്ത് ഖദരിയാക്കൾ എന്ന് പറയണ പോലെ, മുതലക്കുളം എന്ന് പറയണ പോലെ. ആ സാധനം അരികത്തൂടെ പോയിട്ടില്ല, പക്ഷെ പേര് വിസ്റ്റം എന്നിടുക, എന്നിട്ട് ഈ വിവരക്കേട് മുഴുവൻ പറയുക. അപ്പോ ആ രൂപത്തിലുള്ളൊരു വിവരക്കേടല്ലാതെ വേറൊന്നും പറയാനില്ല. വിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും അവതരിപ്പിക്കാനുമില്ല. മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ച് അതിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. ഹദീസ് നിഷേധികൾക്കെതിരെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് അവർക്ക് മറുപടി പറഞ്ഞ് ഹദീസ് എന്താണെന്നും ഉസൂൽ എന്താണെന്നും ഈ വിസ്റ്റത്തിലെ പല പണ്ഡിതന്മാരെന്ന് പറയുന്നവരൊക്കെ പോലും പറഞ്ഞു പഠിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അപ്പോൾ നമുക്കറിയാം, അവസാനം കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം, മഹാസമ്മേളനം കടപ്പുറത്ത് നടക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഒരു പകൽ മുഴുവനും ഹദീസുകളെ സംബന്ധിച്ചായിരുന്നു ചർച്ച. ഹദീസ് നിഷേധത്തിന്റെ പോരായ്മകളും അപകടങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ വിളിച്ചിരുത്തി. ആ ഒരു സംഘത്തിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ സുറൂരിവാദികൾ, ആ സുറൂരിസത്തിന്റെ ചാപ്പിള്ളമാർ യഥാർത്ഥത്തിൽ ഈ അപകടകരമായ വാദഗതികൾ ഉന്നയിച്ച് ഊരു ചുറ്റുന്നത് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ. സഹതാപം മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരു സങ്കടവും ഇല്ല, സഹതാപം മാത്രം. അപ്പൊ അള്ളാന്റെ പേരിലും റസൂലുള്ളാഹിയുടെ പേരിലും ഖുർആനിന്റെ പേരിലും മുഫസ്സിറുകളുടെ പേരിലും സ്വഹാബികളുടെ പേരിലുമൊക്കെ കളവ് പറയുന്ന ആളുകൾ സ്വാഭാവികമായും KNM-ന്റെ പേരിൽ കളവ് പറഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതപ്പെടാനുണ്ടോ എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് മറുത്തു ചോദിക്കാനുള്ളത്.